നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി ഗോവിന്ദ് രമേശ്, 34 വയസ്സ്, 5 അടി 5'11" ആണ് ആ കുട്ടിയുടെ ഹൈറ്റ് കാട്ടിയിരിക്കുന്നത്. കിരിയത്തിൽ നായർ ഫാമിലിയാണ്. ഗോവിന്ദ് രമേശിൻ്റെ നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രം. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നെതർലാൻഡ്സിലാണ്. മാനേജറായിട്ട്, സീനിയർ മാനേജറായിട്ട് ഒരു പ്രശസ്തമായ MNCയിലാണ് വർക്ക് ചെയ്യുന്നത്, നെതർലാൻഡ്സിൽ. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ MBA, BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻസ്. അച്ഛൻ KP രമേശ്, അമ്മ ഉഷ CK. ഈ കുട്ടികളൊക്കെ ബോംബെയിലാണ് പഠിച്ചിരിക്കുന്നത്. ഇതിൽ പ്രൊഫൈലിൽ എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന കുട്ടികൾ ബോംബെയിലാണ് പഠിച്ചിരിക്കുന്നത്. കാരണം അച്ഛൻ ബോംബെയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് വന്നിട്ട് 5'11" ആണ് ഹൈറ്റ്, 85 kg വെയ്റ്റ്. ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അച്ഛൻ എൻ്റെ ഓഫീസിൽ വന്നിരുന്നു. കുറേ നേരം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. നല്ല ഒരു ഫാമിലി ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ജർമ്മനിയിലോട്ട്, നെതർലാൻഡ്സിലോട്ടൊക്കെ പോകാൻ താല്പര്യമുള്ള പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫർദർ വിവരങ്ങൾ ഞാൻ തരുന്നതാണ്. ഒരിക്കൽ കൂടെ ഗോവിന്ദ് രമേശിനെ കുറിച്ച് ഞാൻ പറയാം. ഗോവിന്ദ് രമേശ് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി, ഉത്രം നക്ഷത്രം, നായർ കിരിയത്തിൽ, MBA, BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വർക്ക് ചെയ്യുന്നത് സീനിയർ മാനേജറായിട്ട് നെതർലാൻഡ്സിൽ വർക്ക് ചെയ്യുന്നു. അച്ഛൻ KP രമേശ്, അമ്മ ഉഷ CK. ഒരു ബ്രദറുണ്ട്. തൃശ്ശൂരാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ പ്രൊഫൈലിനോട് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആ കുട്ടിയുടെ ഫർദർ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് തരുന്നതാണ്. നല്ല ഒരു ഫാമിലി, നമ്മൾ പറയില്ലേ, ഒരു ഒതുക്കമുള്ള ഫാമിലി, നല്ല ഫാമിലി, എക്സലൻറ്റ് ഫാമിലി. അച്ഛനായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ. താല്പര്യമുള്ള രക്ഷിതാക്കൾ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. ഞാൻ ഫർദർ ഡീറ്റെയിൽസ് എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. വിവാഹപ്രായമെത്തിയ കുട്ടികൾ വീട്ടിൽ ഉണ്ടെങ്കിൽ അച്ഛനമ്മമാർക്ക് പൊതുവെ ഒരു ടെൻഷനാണ്. ഇനി എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ്, ഒരു വല്ലാത്ത രീതിയിലാണ്. ഏത് മാട്രിമോണിയലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം, അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ആകെ ഒരു ടെൻഷനാണ്. അപ്പോൾ ഈ ടെൻഷനൊക്കെ എങ്ങനെ ഒന്ന് ഒഴിവാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വിവരണം ഞാൻ തരാം. ആദ്യം ചെയ്യേണ്ടത്, മകന് അല്ലെങ്കിൽ മകള് ആർക്കാണോ വിവാഹം നോക്കുന്നത് വെച്ചാൽ ആ കുട്ടിയുമായിട്ട് നന്നായിട്ടൊന്ന് സംസാരിക്കുക. ആ കുട്ടിയുടെ പല അഭിപ്രായങ്ങളും ആ കുട്ടിക്ക് ഉണ്ടാകും. അത് തീർച്ചയായിട്ടും കേൾക്കാൻ ശ്രമിക്കണം. അല്ലാണ്ട് എനിക്കൊക്കെ അറിയാം, ഞാൻ അച്ഛനാണ്, എനിക്കൊക്കെ അറിയാം, ഞാൻ അമ്മയാണ് എന്നുള്ള ധാരണ വേണ്ട. തീർച്ചയായിട്ടും സംസാരിക്കണം. അവർക്ക് പല അഭിപ്രായങ്ങൾ പറയാനുണ്ടാകും. അത് പറയട്ടെ, അതൊക്കെ ഒന്ന് കേട്ട് വയ്ക്കുക. ചിലപ്പോൾ ആ കുട്ടി ആ സമയത്തായിരിക്കും പറയുക, എനിക്ക് വേറെ ബന്ധങ്ങൾ ഉണ്ട്, ഒരു ലവ് അഫെയർ നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ,
അപ്പോൾ നിങ്ങൾ ആരും ഇപ്പോൾ വിവാഹം നോക്കണ്ട എന്നൊക്കെ ചിലപ്പോൾ പറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണം സംസാരിക്കാനായിട്ട്. അപ്പോൾ എന്താ വേണമെങ്കിൽ ആ കുട്ടി പറയട്ടെ, അതെല്ലാം നിങ്ങൾ ഭംഗിയായിട്ട് കേൾക്കുക. അതിനുശേഷം നിങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന ദൈവിക സാന്നിധ്യങ്ങളുള്ള കുടുംബത്തിൽ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദൈവവിശ്വാസികളാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. പ്രാർത്ഥിച്ചതിന് ശേഷം നല്ല ഒരു പേപ്പർ എടുത്ത് പ്രൊഫൈൽ നന്നായിട്ടൊന്ന് എഴുതി ഉണ്ടാക്കുക. ഒരു A4 സൈസ് പേപ്പറൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. ആ പ്രൊഫൈലിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ഒരാൾക്ക് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവണം. പേര്, ഹൈറ്റ്, വെയ്റ്റ്, സ്റ്റാർ, ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം, ബർത്ത് പ്ലേസ്, ജോലി, ഏത് ലൊക്കേഷനാണ്, എന്താണ് ക്വാളിഫിക്കേഷൻ, ജോലി സ്ഥാപനത്തിൽ എന്താണ് ഡെസിഗ്നേഷൻ, എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ഏത് സബ്ജക്റ്റാണ് പഠിച്ചിരിക്കുന്നത്, ഹൈറ്റ്, വെയ്റ്റ്, എല്ലാ കാര്യങ്ങളും കഴിയാവുന്നത്ര കാര്യങ്ങൾ നന്നായിട്ട് എഴുതുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി വെക്കണ്ട. അത് എഴുതിയതിന് ശേഷം 2-3 വട്ടമെങ്കിലും അതൊന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? എല്ലാവരും വീട്ടിലെ എല്ലാ അംഗങ്ങളും അതൊന്ന് വായിക്കുക. അപ്പോൾ അവർക്ക് പല അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. ഇന്നത് എഴുതൂ, ഇത് ഒഴിവാക്കൂ. അങ്ങനെ 2-3 റിവിഷനെങ്കിലും നടത്തിയതിന് ശേഷം ഫൈനലൈസ് ചെയ്യുക. അതിനുശേഷം നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. എന്താണ് ഈ നല്ല മാട്രിമോണിയൽ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1-2 ആളുകളെങ്കിലും നല്ല അഭിപ്രായം പറയുന്ന മാട്രിമോണിയൽ സൈറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളോട് പറഞ്ഞ ആളുകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ശരിയായിക്കോണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ അവരോട് കൃത്യമായിട്ട് ചോദിക്കുക, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, എത്ര രൂപ വേണം, കല്യാണം ശരിയായി കഴിഞ്ഞാൽ എത്ര രൂപയാണ് വാങ്ങിക്കുക എന്നുള്ള എല്ലാ വിവരങ്ങളും ചോദിക്കുക. ഇല്ലെങ്കിൽ പല കാര്യങ്ങളും വഴക്കും ബഹളത്തിലേക്ക് എത്തും. ഒരു കാരണവശാലും ഇത് ഒരു വഴക്കോ ബഹളത്തിലേക്കോ എത്തരുത്. അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും മാട്രിമോണിയൽ സൈറ്റുകൾ നിങ്ങൾക്ക് പ്രൊഫൈലുകൾ അയച്ചു തരും. പ്രൊഫൈലുകൾ അയച്ച് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ കാട്ടുക, ഫോട്ടോ കാര്യങ്ങളെല്ലാം കാട്ടിക്കൊടുക്കുക. കാട്ടിക്കൊടുത്തതിന് ശേഷം അവർ ഓക്കെ പറയുകയാണെങ്കിൽ അത് വെച്ച് മുന്നോട്ട് പോവുക. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിക്കൽ കഴിയുന്നതും മെസ്സേജ് കൊടുക്കലാണ് അഭികാമ്യം. അല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വേറെ വല്ല തിരക്കലുമാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറും. അവരോട് സമയം ചോദിച്ച് എന്നിട്ട് വിളിക്കുന്നതാണ് ഉത്തമം. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് അവർക്കൊക്കെ ഓക്കെ ആണെങ്കിൽ 2 കുട്ടികളുടെയും വാട്സാപ്പ് നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുക. 2 കുട്ടികളുടെയും വാട്സാപ്പ് നമ്പർ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 4-5 കാര്യങ്ങളെങ്കിലും കുട്ടികൾ തമ്മിൽ സംസാരിക്കേണ്ടതുണ്ട്. ഒന്ന്, ലൈവായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ വല്ല ലവ് അഫെയർ ഉണ്ടോ എന്ന് ചോദിക്കുക ആദ്യം തന്നെ. അതുണ്ടെങ്കിൽ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യുക. രണ്ടാമത്തെ, ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കുക. അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താ, അവരെവിടെ ജോലി ചെയ്തിരുന്ന, സഹോദരങ്ങൾ എന്താണ് പഠിക്കുന്നത്, എവിടെയാണ് ജോലി ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും പറയുക. അതിനുശേഷം എഡ്യൂക്കേഷനെ കുറിച്ച് ചോദിക്കുക. ഏത് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ മനസ്സിലാക്കുക. അതിനുശേഷം മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ചോദിക്കണം. ചിലപ്പോൾ ഷോർട്ട് ടൈം ആയിരിക്കാം, ചിലപ്പോൾ ലോങ് ടൈം ആയിരിക്കാം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തത്, അമിതമായ EMI വല്ലതും ഉണ്ടോ, സാലറി കിട്ടുമ്പോൾ ബാങ്കിന് എത്ര തിരിച്ചടവുണ്ട്, EMI എത്രയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഒരു പരിധി വിട്ടിട്ടുള്ള ലോണുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അവർ ഏകദേശം വാട്സാപ്പിൽ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവൽ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിലേക്ക് എത്തുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെണ്ണ് കാണൽ പുറത്ത് വെച്ച് കാണണം. ഒരു കാരണവശാലും വീട്ടിൽ വെച്ചിട്ടാവരുത്. ആദ്യം പുറത്ത് വെച്ച് കണ്ട് ഇവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുക.
എല്ലാ കാര്യങ്ങളും, അവരുടെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ടാണ് സംസാരിക്കാൻ ശ്രമിക്കണം. നന്നായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിൽ വന്നിട്ട് പറയും കുഴപ്പമില്ല, ഒരു കംഫർട്ട് ലെവലിലാണ്. അപ്പോൾ നിങ്ങൾ പെണ്ണ് കാണൽ ചടങ്ങ് ആ ചടങ്ങായിട്ട് തന്നെ പോയി തീർക്കുക ആ ചടങ്ങ്. അല്ലാതെ വെറുതെ പോയിട്ട് കാപ്പിയും കുടിച്ച് ചായയും കുടിച്ച് പിറ്റേ ദിവസം നോ എന്ന് പറയുന്നതിനെക്കാട്ടിലും എളുപ്പം നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെ നോക്കലാണ് ഉത്തമം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇത് ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഒരു ഗുണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ റിട്ടയേർഡ് ലൈഫ്, അച്ഛൻ അമ്മമാരുടെ റിട്ടയേർഡ് ലൈഫ് നല്ല സ്വസ്ഥതയോടുകൂടെ മുന്നോട്ട് പോകുന്നതും കുട്ടികളുടെ ദാമ്പത്യ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്ലാത്ത കേസുകളൊക്കെ അത്യാവശ്യം പ്രോബ്ലംസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും നന്നായിട്ടൊക്കെ സംസാരിച്ച് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എല്ലാ കുട്ടികൾക്കും എത്രയും പെട്ടെന്ന് മംഗളമായിട്ട് തന്നെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.